എന്തുകൊണ്ടാണ് ആൾക്കാർ സൂയിസൈഡ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ ആലോചിച്ചിട്ടുണ്ടോ? സൂയിസൈഡിന്റെ വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡിപ്രഷനാണ്. ബട്ട് ക്ലിനിക്കൽ ഡിപ്രഷൻ എങ്ങനെയായിരിക്കണം എന്ന് പൊതുസമൂഹത്തിന് ഒരു വിചാരമുണ്ട്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുക. ടെക്നിക്കലി സ്പീക്കിംഗ്, സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കാത്ത ഒരാള് പോലും, അതായത് ഇന്ന് രാവിലെ വേണമെങ്കിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടിരുന്ന ഒരാള് പോലും വേണമെങ്കിൽ വൈകുന്നേരം സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ന്യൂസ് കേൾക്കാവുന്നതേ ഉള്ളൂ. വി ഷുഡ് കീപ്പ് എ ചെക്ക് ഓൺ അവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നമ്മുടെ അച്ഛനും അമ്മ, ഒറ്റയ്ക്ക് താമസിക്കുന്ന നമ്മുടെ പേരൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, ഇവരെയൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഈ ഒരു തോന്നല് വരാം. അത് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ക്ലിനിക്കൽ ഡിപ്രഷൻ പലപ്പോഴും ഇങ്ങനെ ഒബ്വിയസ് ആയിട്ടുള്ള സയൻസ്, അതായത് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള സിംറ്റംസ് വെച്ച് മാത്രമായിരിക്കില്ല പ്രസന്റ് ചെയ്യുന്നത്. പറഞ്ഞ് പേടിപ്പിക്കണ കാര്യമല്ല. ലിവർ സിറോസിസിനെ കുറിച്ചും ഗൈനക് പ്രോബ്ലംസിനെ കുറിച്ചും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ചും ഡോക്ടേഴ്സിന് സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ക്ലിനിക്കൽ ഡിപ്രഷനെ കുറിച്ച് ഒരു സൈക്യാട്രിസ്റ്റിനും അതുപോലെ അതിന്റെ വാർണിംഗ് സയൻസിനെ കുറിച്ച് ഒരു സൈക്കോളജിസ്റ്റിനും സംസാരിച്ചുകൂടാ?